ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്രിസ്മസ് പരീക്ഷയുടെ ഉത്തരപേപ്പറുകളൊക്കെ ഇപ്പോൾ ഏകദേശം 10ാം ക്ലാസ്സിലെ കുട്ടികൾ കിട്ടിയിട്ടുണ്ടാവും. ഈ ഘട്ടത്തിലെ കുട്ടികളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ്, ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ എന്താണ് പ്രശ്നം? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പറയുന്നതിന് മുന്നേ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് IT പരീക്ഷ വരുന്നുണ്ട്, മോഡൽ വരുന്നുണ്ട്, പബ്ലിക് എക്സാം വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ നൽകും. പ്രത്യേകിച്ച് IT വീഡിയോകളൊക്കെ ഈ അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് കിട്ടിത്തുടക്കും. സോ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, പേപ്പർ കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് കുട്ടികൾക്ക് പ്രതീക്ഷ അത്ര മാർക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇത്തവണത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ പാറ്റേണിൽ വന്ന മാറ്റവും ചോദ്യങ്ങൾ അല്പം കൂടി നിലവാരം കൂടിയതായതും കുട്ടികൾക്കൊക്കെ അല്പം ബുദ്ധിമുട്ടായിരുന്നു പല പരീക്ഷകളും എന്നുള്ളതെല്ലാം മാർക്ക് കുറയാനൊരു കാരണമായിട്ടുണ്ട്. അതിന്റെ കൂടെ ഈ സെക്കൻഡ് ടൈമിൽ പൊതുവേ കുട്ടികൾ പഠനത്തിൽ നിന്നൊക്കെ ഒന്ന് പുറകോട്ട് പോകുന്ന ഒരു സമയമാണ്. അതും കൂടിയായപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ടെൻഷൻ കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, മാർക്ക് കുറഞ്ഞാൽ എന്താണ് പ്രശ്നം? രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് ആദ്യം പറയാം, അതിനുശേഷം ബാക്കിയൊരു കാര്യം കൂടി പറയാനുണ്ട്, അതും കൂടി നിങ്ങൾ കേൾക്കണം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, SSLC പോലൊരു വലിയ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അതിൻ്റെ തൊട്ട് മുന്നേ നടക്കുന്ന ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ അവരുടെ കോൺഫിഡൻസിനെ നന്നായിട്ട് അത് ബാധിക്കും. അതായത് എനിക്കിപ്പോൾ ഇത്ര മാർക്കേ ഉള്ളൂ, ഇനി എനിക്ക് പഠിച്ചിട്ട് SSLC പരീക്ഷയിൽ നല്ലൊരു മാർക്ക് വാങ്ങാൻ കഴിയുമോ എന്ന ഒരു പേടി ഉണ്ടാവും, ആ ടെൻഷൻ ഉണ്ടാവും. ഒരു കോൺഫിഡൻസിനെ നന്നായിട്ട് അത് ബാധിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. എനിക്ക് ഉറപ്പാണ് പല കുട്ടികൾക്ക് അത് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം എനിക്ക് മാർക്കില്ല, ഇനി ഞാൻ എങ്ങനെയാണ് SSLCക്ക് മാർക്ക് എഴുതിയെടുക്കുക എന്നുള്ള ചിന്ത പല കുട്ടികൾക്കും ഉണ്ടാവും. ഈ ഒരു രീതിയിൽ കോൺഫിഡൻസിനെ അത് ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പല സ്കൂളുകളിലും നമുക്കറിയാം SSLC കുട്ടികൾക്ക് പ്രത്യേക റിവിഷൻ ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെ ഉണ്ട്. ഈവൻ ട്യൂഷൻ സെന്ററുകളിൽ പോലും അങ്ങനെയുള്ള ക്ലാസ്സുകളുണ്ട്. അവിടെയൊക്കെ നിങ്ങളെ വിലയിരുത്താൻ, നിങ്ങളെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പല പല ഗ്രൂപ്പുകളാക്കി തിരിക്കാറുണ്ട്. അപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മാർക്ക് കുറവുള്ളവരുടെ ഗ്രൂപ്പിലേക്ക് പോകും. ശരിക്കും നിങ്ങൾ നന്നായി പഠിക്കുന്ന കുറച്ചുകൂടി നല്ല മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിയായിരിക്കും. പക്ഷേ ഈ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞോളൂ, അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കേണ്ട ആ ഗ്രൂപ്പിന് പകരം ചിലപ്പോൾ മാർക്ക് കുറഞ്ഞ പല ഗ്രൂപ്പുകളിൽ മാറിപ്പോകുന്ന ഒരു സാധ്യതയും ഉണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹാരമുണ്ട്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, കോൺഫിഡൻസ് ഒരു തരത്തിലും കുറയേണ്ട ആവശ്യമില്ല. SSLC പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഒക്കെ റിസൾട്ടുകൾ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ 10ാം ക്ലാസ് പൂർത്തിയായ കുട്ടികളോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അറിയാം. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ ഫുൾ A+ കിട്ടിയ പല കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഭൂരിഭാഗം കുട്ടികൾക്കും ക്രിസ്മസ് പരീക്ഷയ്ക്ക് അത്ര മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾ വാങ്ങിയ പോലെ മാർക്കേ ഉള്ളൂ. പിന്നീടുള്ള സമയം, അതായത് ജനുവരി മുതൽ ഇനി അങ്ങോട്ടുള്ള സമയം നന്നായിട്ട് പഠിച്ചിട്ടാണ് ആ കുട്ടികൾ മാർക്ക് വാങ്ങിയത്. അതുകൊണ്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ട് SSLC അത് ബാധിക്കുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസം വളരെ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. കാരണം പല സ്കൂളുകളിലും ക്രിസ്മസ് പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ കുട്ടികളുടെ ചിലപ്പോൾ 5 10 ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ സ്കൂളിൽ അന്വേഷിച്ച് നോക്കുക. പക്ഷേ SSLC മെയിൻ എക്സാമിന് അത് 100 അല്ലെങ്കിൽ 50 80 100 150 ഒക്കെ ആയിട്ടുണ്ടാവും. കാരണം ആ പരീക്ഷ ആകുമ്പോഴേക്കും ബാക്കി കുട്ടികൾ പഠിച്ചെടുക്കുന്നത് കൊണ്ടാണ്. സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാ വർഷവും അങ്ങനെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ട് ഒരു നിമിഷം പോലും ഉഴപ്പാതെ നന്നായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. എല്ലാ ഉഴപ്പും ഒഴിവാക്കുക. രണ്ട്, നിങ്ങളിങ്ങനെ പല സ്കൂളിലെ റിവിഷൻ ക്ലാസ്സുകളിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായി തിരിക്കുമ്പോൾ നിങ്ങൾ അർഹിക്കുന്ന ഗ്രൂപ്പിൽ അല്ലാതെ മറ്റേതെങ്കിലും ഗ്രൂപ്പിൽ എത്തിപ്പോകുന്നൊരു പ്രശ്നം, അത് നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. ഏത് ഗ്രൂപ്പിലായാലും ടീച്ചേഴ്സ് നിങ്ങളെ വന്ന് പഠിപ്പിക്കുമ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അവർ പഠിപ്പിക്കുന്നത് പരീക്ഷയ്ക്കുള്ളത് തന്നെയാണ്. ഏത് ഗ്രൂപ്പിലായാലും പഠിപ്പിക്കുന്നത് എക്സാമിനുള്ളത് തന്നെയാണ്. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അതുകൊണ്ട് യാതൊരു പ്രശ്നം വരാനില്ല. ചിലപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് പോയിരിക്കും, നിങ്ങൾക്ക് സങ്കടമൊക്കെ തോന്നും. നിങ്ങളുടെ കൂടെ തന്നെ അതേപോലെ പഠിക്കുന്ന കുട്ടി മറ്റൊരു ഉയർന്ന മാർക്കുള്ള ഗ്രൂപ്പിൽ, നിങ്ങൾ വേറെ ഗ്രൂപ്പിൽ സങ്കടമൊക്കെ തോന്നും. അത് വിട്ടേക്ക്. കാരണം എവിടെ ആയാലും നിങ്ങളുടെ നല്ല ടീച്ചേഴ്സ് തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. ആ ക്ലാസ്സുകൾ നന്നായിട്ട് എടുക്കുക, നന്നായി പഠിക്കുക. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടി ക്രിസ്മസ് പരീക്ഷയിൽ മാർക്ക് കുറവായിരുന്നു, പിന്നീട് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി എന്ന് ടീച്ചേഴ്സ് പറയുമ്പോൾ കുറച്ച് കൂടുതൽ അഭിമാനമല്ലേ? ആ രീതി ശ്രമിക്കൂ. വീണ്ടും കാണാം. താങ്ക് യു.